പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഞാനുള്ളത് എലത്തൂർ ഗൾഫ് സ്റ്റാർ ട്രാവൽസിലാണ്. 1980 മുതൽ ട്രാവൽസ് രംഗങ്ങളിൽ സജീവമായിരുന്ന KK മുസ്തഫ ഗൾഫ് സ്റ്റാർ ട്രാവൽസ് എലത്തൂരിൻ്റെ ഓണറായിട്ടാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. 45 വർഷത്തോളം ട്രാവൽസ് രംഗങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച KK മുസ്തഫയുമായിട്ട് നമുക്ക് സംസാരിക്കാം. കാലിക്കറ്റ് ദോഹക്കയിലും എത്രാം തീയതി? അസ്സലാമു അലൈക്കും മുസ്തഫ. മുസ്തഫ, ഈ ട്രാവൽസ് രംഗത്ത് ഇപ്പോൾ ഒരു 45 വർഷമായല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓൺലൈൻ ടിക്കറ്റുകളും ആപ്ലിക്കേഷൻ ടിക്കറ്റുകളും പല സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അതീതമായി ഇപ്പോഴും ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് പറയൂ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ആദ്യത്തെ അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഞാൻ എലത്തൂരിൽ 1992 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഗൾഫ് സ്റ്റാർ ട്രാവൽസ് എന്ന സ്ഥാപനം തുടങ്ങുന്നത്. നേരത്തെ ഞാൻ ബോംബെയിലായിരുന്നു. അത് എൻ്റെ സ്വന്തമായിട്ടല്ല, ഒരാളെ കൂടെ ആയിരുന്നു. ആദ്യമായിട്ട് എലത്തൂരിൽ പൗരപ്രമുഖനായ PNM കോയ എന്ന ആളുടെ, അയാൾ നമ്മുടെ ബന്ധുവാണ്, അയാളുടെ കൂടെ ആയിരുന്നു. 1980-ലാണ് ഞാൻ ട്രാവൽ മേഖലയിൽ എത്തിപ്പെടാനുള്ള കാരണം കോയക്കാണ്. ഇവിടെ ഇപ്പോൾ 1992 ഓഗസ്റ്റ് 8-ന് പുതിയ ഓഫീസ് തുറന്നു. ഇൻഷാ അല്ലാഹ് ഇതുവരെ നല്ല രീതിയിൽ. ഇവിടെ ഇപ്പോൾ തുടങ്ങുന്നത് എത്ര വർഷമായി? ഇവിടെ ഇപ്പോൾ 33 വർഷമാവാനായി. എലത്തൂർ വർഷം കഴിഞ്ഞു. എലത്തൂർ ഗൾഫ് സ്റ്റാർ ട്രാവൽസ് ഓപ്പൺ ആയിട്ട് 33 വർഷമായി കഴിഞ്ഞു. 33 വർഷം കഴിഞ്ഞു. ആഗസ്റ്റ് 8 കൂടി 33 വർഷം കഴിഞ്ഞു. നിങ്ങൾ ഫസ്റ്റ് കസ്റ്റമർ ഓർമ്മയുണ്ട്? പുരുഷോത്തമൻ, എലത്തൂരിൽ നടുത്തുരുത്തിൽ താമസിക്കുന്ന പുരുഷോത്തമൻ കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് ആദ്യമായി ടിക്കറ്റ് എടുത്തു. ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് അന്ന് മുതലുള്ള ഏതെങ്കിലും കസ്റ്റമർ ഓർമ്മയുണ്ട്? ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഈ എലത്തൂർ പ്രദേശത്തുള്ള ഒട്ടുമുക്കാൽ ആളുകളും എൻ്റെ അടുത്ത് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ പല ഭാഗങ്ങളിലുള്ള ആളുകളും അത് ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൊടുത്തതിനനുസരിച്ച് അവർക്ക് നല്ല സർവീസ് കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്നെ ബന്ധപ്പെടാറുണ്ട്. അത് പല ഭാഗങ്ങളും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളും, അതോടൊപ്പം തന്നെ പുറം തമിഴ്നാടുന്നോ ഒക്കെ തന്നെ ആളുകൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, ടിക്കറ്റ് ആവശ്യാർത്ഥം വിളിക്കാറുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നതുകൊണ്ട്, അക്കൗണ്ടിൽ ഫണ്ട് ഇടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ആളുകൾ, ഓരോ ആൾക്കാർ നമ്മൾ പരിചയമുള്ള വ്യക്തികളായിരിക്കും നമ്മളെ വിളിച്ച് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഒന്നും ഒരു പേടിയും വേണ്ട. കാരണം പൈസ മറ്റവരിട്ട് വരും. ഒരുപാട് കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? റേറ്റ് അന്വേഷിക്കാൻ മാത്രം വിളിക്കുന്ന അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അത് ഉണ്ടാവുമല്ലോ, ബിസിനസ് അല്ലേ. ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രധാന ഘടകം. ഒരു ബിസിനസ്സിന്റെ ആവശ്യം, നമുക്ക് കസ്റ്റമർ ഇല്ല, നമ്മളിവിടെ വെറുതെ ചുമ്മാ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പല സ്വഭാവക്കാരായ കസ്റ്റമേഴ്സിനോട് നമ്മൾ നല്ല രീതിയിൽ ഇടപഴകുക. അത് നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടപഴകുമ്പോഴാണ് നമുക്ക് ബിസിനസ് കൂടുതൽ കിട്ടുക. ഇനി അവർക്ക് ദേഷ്യം പിടിച്ചാലും നമ്മൾ ദേഷ്യം പിടിക്കാൻ പാടില്ല. നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാം. പക്ഷേ ദേഷ്യം പിടിക്കാനുള്ള ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളെ സർവീസ്, നമ്മുടെ ഉത്തരവാദിത്വം, അതാണ് നമ്മളെ ഏറ്റവും വലിയ അജണ്ട. നമ്മുടെ ഗൾഫ് സ്റ്റാറിന്റെ മുദ്രാവാക്യം തന്നെ ആ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ, നമ്മളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസമാണെങ്കിൽ അത് എത്ര ചിലവായാലും അത് നമ്മൾ ഇതിനെ ക്ലിയർ ചെയ്തു. ഒരു സംശയം കൂടി ഉണ്ട്. ഈ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവരും ഈ ട്രാവൽസ് വന്ന് ടിക്കറ്റ് എടുക്കുന്നവരും തമ്മിലുള്ള അവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ചെയ്യാം. കാരണം ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ട്, 10-200 ഉറുപ്പിക ചിലപ്പോൾ നമ്മളിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിനെക്കാട്ടി കുറവായിരിക്കാം ഓൺലൈനിൽ എടുക്കുമ്പോൾ. പക്ഷേ നമ്മളിൽ നിന്ന് കിട്ടുന്ന സർവീസ് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴുള്ള പല കാലാവസ്ഥയും മറ്റുള്ള കാരണങ്ങളായപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ നമുക്ക് മെയിൽ വരുമ്പോൾ നമ്മൾ ഈ പാർട്ടിക്ക് നമ്മൾ വിളിച്ച് പറയും ഫ്ലൈറ്റ് ഡിലേ ഉണ്ട്, എത്ര മണിക്കൂർ ഡിലേ ആണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇനി ബൈ ചാൻസ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയാൽ നമുക്ക് എയർലൈൻ്റെ റീഫണ്ട് ഫുള്ളായിട്ട് കിട്ടും. പക്ഷേ ചിലപ്പോൾ അന്ന് തന്നെ കിട്ടില്ല. പക്ഷെ പാർട്ടിക്ക് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ തന്നെ കാശ് മുടക്കിയിട്ട് അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കും. ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു 10 പൈസ പോലും തിരിച്ച് കിട്ടാത്ത ഒരുപാട് അതുണ്ടാവും. അതൊക്കെ ഏത് ഓൺലൈനിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഓൺലൈനുകളും സുതാര്യമാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തരുന്ന ഏറ്റെടുക്കുന്ന പാസഞ്ചേഴ്സിന് നമ്മൾ ആ ഉത്തരവാദിത്വം നമുക്കാണ്. അതിന് ഉദാഹരണമായിട്ട് കോവിഡ് സമയത്ത് ഏകദേശം 8 ലക്ഷം ഉറുപ്പിയോളം ഞാൻ റീഫണ്ട് കൊടുത്തിട്ടുണ്ട് പാസഞ്ചേഴ്സിന്. കാരണം അതെനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കിട്ടാൻ കുറച്ച് ഡിലേ വന്നെങ്കിലും പിന്നെ പാസഞ്ചേഴ്സിന് അവർക്ക് യഥാസമയത്ത് തന്നെ ആ ഫണ്ട് റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ കുറ്റമല്ല, എയർലൈൻ പോവാത്തതാണ്.
നമ്മളിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ആ ഉത്തരവാദിത്വവും അതുകൊണ്ട് തന്നെയാണ് ചെറിയ തോതിലാണെങ്കിലും എലത്തൂർ തന്നെ ഇത് 33 വർഷമായി തുടർന്ന് പോകാനുള്ളൊരു കാരണം.